രാവിലെ തന്നെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NI ക്ലോത്തിങ്ങിന്റെ ഒരു വർക്ക് ഉണ്ട് ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് NI ക്ലോത്തിങ്ങിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഷിനാസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരെ നമ്മൾ പേരാവരേക്കാണ് പോണത്. അതിന് മുമ്പ് നമുക്ക് മുനവീറിനെ ഒന്ന് പിക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഗൈസ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഹായ്. നേരെ ഇനി ഗ്ലാസ് കയറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, വോയിസ് ക്ലിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല വ്ലോഗ് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് കയറ്റിയിട്ട് വീഡിയോ എടുക്കുന്നത്. അതിനു മുമ്പില്ലേ അപ്പുറത്തെ ഗ്ലാസ് കുറച്ച് താത്തട്ടെ, കാരണം ഭയങ്കര ചൂട് ഗൈസ്. AC ഒന്നും ഇല്ല വണ്ടിയിൽ. AC ഒക്കെ വർക്കിംഗ് ആണ്, ബട്ട് ഇതിൽ ഗ്യാസൊന്നും ഇല്ല, അതിൽ കൂളിംഗ് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിപ്പോൾ മുരിങ്ങോട് ടൗണിലേക്കാണ് പോകുന്നത് ഗൈസ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ നടക്കുമെന്ന് ആർക്കും അറിയില്ല ഗൈസ്. എനിക്ക് പോലും അറിയില്ല ഇന്ന് എന്തൊക്കെ നടക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് മൊത്തം ഇന്ന് കവർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിപ്പം മേൽമുരിങ്ങോട് റോഡിലേക്കാണ് നമ്മൾ പോയി കയറുന്നത്. നേരെ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് ഗൈസ്. ഇന്ന് ശനിയാഴ്ചയാണ് ഗൈസ്, നാളെ ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് പല പ്രോഗ്രാംസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. കൊട്ടിയൂർ സീസൺ ആയതുകൊണ്ടേ ഫുള്ള് റോഡിലൊക്കെ ഫുള്ള് ബസ്സും ട്രാവലറും, ബസ്സിലൊക്കെ വൺ റഷാണ് ഗൈസ്. ഇരിട്ടി കൊട്ടിയൂർ റോഡ് എന്നെല്ലാം പറഞ്ഞാൽ വൺ റഷാണ് ഗൈസ്. ഇനി നമുക്കിപ്പം പോകേണ്ടത് വീണ്ടും ലെഫ്റ്റിലേക്കാണ്. എന്നാലേ മുനവറിനെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൗണിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് വണ്ടിയാണ്. ട്രാവലർ പോകുന്നുണ്ട്, കാറ് പോകുന്നുണ്ട്, എല്ലാവരും കൊട്ടിയൂരേക്ക് തന്നെയാണ് ഗൈസ്. വണ്ടി തട്ടുവങ്ങാനും ഇങ്ങനെ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് വണ്ടി തട്ടുവങ്ങാനും ചെയ്ത വൻ മുഷ്കിലാവും ഗൈസ്. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഇനി നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് ഗൈസ്. ബാക്കിൽ വണ്ടിയൊന്നുമില്ല, കൺഫേം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു വണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരെ നമുക്ക് ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് നേരെ റൈറ്റിലേക്കാണ് പോകേണ്ടത് ഗൈസ്. ഈ റൈറ്റ് സൈഡ് കാണുന്നത് KK ബിൽഡിങ്ങിന്റെ ഒരു ഗോഡൗൺ അല്ല, വർക്ക്ഷോപ്പാണ്. നമുക്ക് ഇവിടുന്ന് പിന്നെയും റൈറ്റിലേക്കാണ് പോകേണ്ടത് ഗൈസ്. ഓണൽ അടിച്ചു നോക്കാം. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ആരെങ്കിലും വന്നിനെങ്കിൽ, വണ്ടിയൊക്കെ വന്നിനെങ്കിൽ ഞാൻ വീഡിയോ എടുത്തെന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഫുള്ള് വള്ളിക്കെട്ട് കേസാവും. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ ക്ലിയർ ആക്കാം. എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഓരോ സ്കിൽസ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഡ്രൈവിങ്ങിൽ സ്കിൽസ് കൂടുന്നതാണ് എൻ്റെ ഒരു തീരുമാനം. എൻ്റെ മോനെ ഈ വീഡിയോ വീട്ടിൽ നിന്ന് അമ്മായി കണ്ടു കഴിഞ്ഞാൽ വൻ സീനാവും. അമ്മായി പേടിക്കേണ്ട, അമ്മായി ഞാൻ മെല്ലെ പോകുന്നുള്ളൂ, വലിയ സ്പീഡൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി വീഡിയോ കുറച്ച് നേരം ഓഫാക്കാം ഗൈസ്. ഇവിടെ ഞാൻ മുന്നുവിനെ പിക്ക് ചെയ്യാൻ വന്നേരം 2-3 കുട്ടികൾ വന്നിട്ട് അവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് ഗൈസ്. പക്ഷേ എന്നോട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് കവർ ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ, അവർ ചിരിച്ച് കളിക്കാം. പിന്നെ ഗൈസ് കണ്ടത്തിൽ ക്ലൈമറ്റ് നോക്കിയാൽ നല്ലൊരു ക്ലൈമറ്റാണ് ഗൈസ്. അത് അവിടെ കാണുന്നതാണ് നമ്മുടെ ഏറുമാടം അല്ലേ. ഏറുമാടത്ത് പോക്കുണ്ടെങ്കിൽ എന്തേ പറ. നീ എന്നാ ക്യൂട്ട്നെസ് ഇട്ടോണ്ട് നിൽക്കുന്ന മേറിനെ പോലെ. നിങ്ങൾക്ക് മേറിനെ അറിയാം? ഏതി സൂപ്പർ വാവന്റെ അപ്പുറം നടക്കുന്നേ? ഓളെ പോലെയാണ് ഇവളിങ്ങനെ ക്യൂട്ട്നെസ് ഇട്ടോണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ കാണിക്ക്, ഇങ്ങനെ. അങ്ങനെ തന്നെ കാണിച്ചേ. ഇവള് ചിരിക്കുന്ന നോക്കടാ. അവൾക്ക് പല്ലൊന്നുമില്ല. ബാ ഇങ്ങോ ഫേസ് ക്യാമറയിലേക്ക് പോകാലോ, സീനൊന്നുമില്ല. ആരും കാണുന്നില്ല, നിങ്ങൾ തന്നെയല്ലേ കാണല്ലോ ഗൈസ്. ഭയങ്കര ചിരിയാണ് ഗൈസ്. എനിക്ക് നല്ല വൈബുണ്ട്. കാരണം ഒരാൾ തന്നെ ഇറങ്ങിയിട്ട് കാണിക്കൊന്ന്. ഇതാണ് ഗൈസ്, ഒരാൾ ഒളിച്ച് നിൽക്കുന്നു നോക്കറാ. നീ ഒന്ന് കാണിക്കോ, നേരത്തെ ഇവള് കാണിച്ചോളന്ന് കാണിച്ചേ ഗൈസ്. അങ്ങനെ ഉമ്മർക്കഥ പോകുന്നുണ്ട്. മുന്നു വന്നിട്ടുണ്ട്. ഞാൻ മുന്നു എന്നാ ഉണ്ട് നല്ല തന്നെ. ഇന്നത്തെ ഡേനെ കുറിച്ചിട്ട് ഒരു 2 വാക്ക്. എന്നാ ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കുന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് പോയാലോ എന്നാല്. അവിടെ ഷിനാസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ ഇതാ ബംഗ്ലക്കുന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. മാഫിയ എന്ന് പറയുന്ന ഒരു ട്രാവലർ പോകുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ പോലത്തെ സെയിം മാരുതിന്റെ ഒരു 800 പോകുന്നുണ്ട് ഗൈസ്.
ഓവർടേക്ക് ചെയ്ത് കയറായിരുന്നു. പക്ഷെങ്കിൽ ഓപ്പോസിറ്റ് ഒരു പെൽസർ വന്നു. ഷീറ്റ് ഗൈസ്. ഇങ്ങനെ പോവാണ് പമ്പിൽ പോയിട്ട് കുറച്ച് എണ്ണ അടിക്കണം. ഇപ്പം അടിക്കണം എന്നില്ല, കുറച്ചിൻ്റെ അടിച്ചാൽ മതി. കാരണം എല്ലാം കമ്പനി സ്പോൺസർ ചെയ്യേണ്ടതാണ്. ഇന്ന് പ്രൊമോഷൻ വർക്കിന് അവർ സ്പോൺസർ ചെയ്യുന്നതാണ്. പെട്രോള്, ഫുഡ്, എവറിത്തിങ്. ഇന്നത്തെ ഡേ മൊത്തം എന്നെ സ്പോൺസർ ചെയ്യണം. അല്ല മാറ്റിക്കണേ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും അവർ സ്പോൺസർ ചെയ്യണം. ഗൈസ്, ഇതാണ് നമ്മുടെ പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡ്. ഗൈസ്, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഗൈസ്, ബാബ്സിന്റെ ഓണലിലാണ് മാഫിയ ട്രാവലർ വെച്ചിട്ടുള്ളത്. ലേഡീസ് വെയർ ഗൈസ് അല്ലേ, ഇത് ഇവിടുത്തെ സ്റ്റാഫ്. ഇപ്പോൾ ഒരു 2 വാക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇവൻ എൻ്റെ അപ്പുറം പഠിച്ച കേട്ടോ. നീ പറഞ്ഞ 2 വാക്ക് ഒന്ന് ഒച്ചത്ത് പറ ഷാബാസേ. എടാ ഇനി 2 വാക്ക്. എടാ വച്ചോ, എൻ്റെ യൂട്യൂബ് ചാനലല്ല, നീ 2 വാക്ക് എനിക്ക് വേണ്ടി പറഞ്ഞേ. നല്ല മനുഷ്യനാ അല്ലേ ഗൈസ്? ഞാൻ നല്ല മനുഷ്യനാന്നൊക്കെ പറയുന്നത്. നീ ഇവിടെ പണിക്കുണ്ട്? അതാണ്. ഓ, എന്നാടാ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ആളെ കിട്ടി. നീ ആ സ്പെക്സും കൂടി വെച്ചേ. അടുക്കടുക്ക് അത് നീ എവിടുന്ന വാങ്ങിയ? മറ്റേ ഈ മൂന്നാറിന്നാ? ഞാൻ അതും കൂടി വെച്ചേ. ആയിവാ, കിടിലൻ ലുക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോയി വീഡിയോ എടുക്കാലോ. ആ സ്ക്രിപ്റ്റ് എന്നാന്ന് പറഞ്ഞാ, ഇൻസ്റ്റാഗ്രാമിൽ ആംസ്കില്ലർ എന്ന് പറയുന്ന പേജും NI ക്ലോത്തിങ്ങിന്റെ പേരാവൂർ എന്ന് പറയുന്ന പേജും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കാൻ എന്താ പറയാ, ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഫ്രീ ആയിട്ട് തരും. ഓക്കെ, നീ ഫോളോ ചെയ്തിട്ടില്ലേ? ഓൾറെഡി ചെയ്തല്ലേ? എന്നാ പിന്നെ നമുക്ക് ചെയ്താലോ? എന്നാ വാ. ഗൈസ്, ഇതാണ് ചാച്ചി. ഗൈസ്, ഇതാണ് സിനാൻ. അങ്ങനെയൊന്നും പറയല്ലേ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി വീഡിയോയിൽ അഭിനയിക്കാൻ വേണ്ടി മുന്നൂനെയാണ് ഫിക്സ് ചെയ്തത് ഗൈസ്. ടൗണിൽ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്ന് മഴ പെയ്യാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ വീഡിയോ എങ്ങനെയെങ്കിലും വേഗം എടുക്കണം. കാരണം കുറേ ദിവസമായി ഈ വീഡിയോൻ്റെ വർക്ക് വന്നിട്ട് 2-3 ദിവസമായിട്ട് ക്ലൈമറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആക്കിയിട്ടില്ലേ. ഗൈസ്, നമുക്ക് വീഡിയോ എടുക്കാനുള്ള സ്പോട്ടിലേക്ക് പോകാനുള്ള ഇന്നോവ അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ പേരാവൂരിലെ NI ഷോപ്പ്. മുന്നു ഇവിടെ റെഡി ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എടാ മുന്നു വാ, പോവാലോ വാ. ഗായ്സ്, മുന്നു 2018 വന്നിട്ടുള്ളത് ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ്, മുന്നുവിന്റെ 10ാം ക്ലാസ്സിലെ ഔട്ട്ഫിറ്റ് ആണ് ഗായ്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓ, നമുക്ക് പോവാണ് ഗായ്സ്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിന് ഇതാണ് ഗായ്സ് മെനഞ്ഞാന്നത്തെ വ്ളോഗിൽ മിസ്സായ തൊണ്ടിയിലെ ചർച്ച് ഗായ്സ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പേരാവൂരേക്കാണ് പോകുന്നത്. കോൺട്രാക്ടർ ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും മാറ്റാണ്ടോ? ഇനിയൊന്നും മാറ്റാനൊന്നുമില്ല. നീ ഇടുന്ന ലൈറ്റ് അടിച്ചാൽ 2 സൈഡ് ലൈറ്റ് ആയി. ടെലിഗ്രാമിലൊന്നും കേട്ടില്ല. ഞാനിത് യൂട്യൂബിൽ ഇടുന്നതിന് പ്രശ്നമുണ്ടോ ബ്രോ? എന്റെ പല്ലാനടിച്ച് ന്യൂഡിറ്റി ആൻഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ വരും, റിപ്പോർട്ട് ആവും. പിന്നെ പാന്റ് ഇടുന്ന വീഡിയോ ഇട്ടാലോ? ഐഷോ സ്പീഡ് അല്ല, തൊപ്പിയല്ല, മറ്റേ മാഗി ഇതിന്റെ ഉള്ളിൽ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ. ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ പറയുന്നത് പ്രൊട്ടക്റ്റും സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരും. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്യുന്ന ടൈമിൽ ഫുൾ ഹൈ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് വീഡിയോ കാണുക. കാരണം ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹൈ ക്വാളിറ്റി പിക്ചറിൽ ഇട്ടിട്ട് എൻ്റെ വീഡിയോ കാണേണ്ടതാണ്. വീഡിയോ ഒക്കെ എടുത്തതിന് വൈൻഡപ്പ് ചെയ്ത് പോവാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ട് 2 വാക്ക്. ഇന്നത്തെ വീഡിയോ സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ പോവാണ് ചേച്ചി, നമ്മൾ പോട്ടെ ഇൻഷാല്ലാ. ബൈ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വർക്കെല്ലാം കഴിഞ്ഞ് നേരെ നമ്മളിപ്പം വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മലയോര ഹൈവേയിലാണ് ഗൈസ്. അപ്പുറത്തെ സൈഡ് നല്ലൊരു പുഴയുണ്ട്, ഞാൻ കാണിച്ചുതരാം. നല്ല ക്ലൈമറ്റാണ് ഗൈസ്. നോക്കിയേ, ഫുള്ള് ചളി വെള്ളമാണ്. പക്ഷേങ്കിൽ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫുള്ള് ക്ലീൻ വെള്ളമായിരിക്കും ഗൈസ്. നാളത്തെ പത്രത്തിൽ ഞാനുണ്ടാവും ഗൈസ്. അതെ ഗൈസ്, അടി ഒഴുക്കിൽ മുനവർ ഒഴുകിപ്പോയി. ഓ, പക്ഷേങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഒരു വെള്ളത്തിലില്ലേ മറ്റേ നമ്മളെ ഹയാക്കിങ്ങിന്റെ മറ്റേ ബോട്ടില്ലേ, ഹയാക്കി എന്ന സാധനം, ആ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടിച്ച് ആ സാധനം ഇട്ടിച്ച് അങ്ങ് കേളത്ത് പോയിട്ട് ഇട്ടിച്ച് നേരെ ഇരുട്ടി പാലത്തിന്റെ എടുത്തു. മറ്റേ നീല ഡ്രമ്മില്ലേ കൊറേ, ഡ്രമ്മിങ്ങനെ കെട്ടിട്ട് അതിന്റെ മേലും മറ്റേ മുളയും വെച്ചിട്ട് മരം ചാടിക്കോ. പക്ഷേങ്കിൽ നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മളുടെ അടുത്ത് ആ ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ മറ്റേ
ഷിപ്പ് ഇറക്കിയിട്ടുണ്ടാവും ഗൈസ്. മീന് പഠിച്ചിട്ടല്ല 4-5 മുളയും പക്ഷെ മുളേനെ കൊണ്ട് നമുക്ക് അത്ര സേഫ്റ്റി ഉണ്ടാവില്ല, നമുക്ക് അത്ര അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ട്യൂബ് വാങ്ങാം. അപ്പൊ നമുക്ക് ചായ പിടിക്കാലോ ഗൈസ്. പിന്നെന്ന് വെച്ചാൽ ഈ റോഡിലൊക്കെ ഇന്ന് ബസ്സും ട്രാവലറും കാറൊക്കെ ഉണ്ട്. കാരണം കൊട്ടിയൂർ സീസൺ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടിയൊക്കെ ഇതിലൂടെയാണ് പോകുന്നത് ഗൈസ്. ഇപ്പൊ തന്നെ ഈ ചായക്കടയിൽ ഇത് ഒരു ട്രാവലർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കൊട്ടിയിലേക്ക് പോവാണ്. ബാ നമുക്ക് ചായ പിടിക്കാലോ. ചില്ലറ ചായ അല്ല, ഞാനൊരു ഫോട്ടോ എടുക്കാം. സ്റ്റോറിയുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിയില്ലേ? നല്ല രസമാണ് വീഡിയോ എല്ലാം. എന്ത് ക്വാളിറ്റി അറിയാം. ഒരു ഫോട്ടോ നമുക്ക് സ്റ്റോറി ഇടാം. കാരണം ഇവിടുത്തെ ഇതിലെ AC-ന്റെ ഗ്യാസ് കുറവാണ്. ഇത് വീട്ടിലിങ്ങനെ ലോക്കൽ ഡ്രൈവിന് യൂസ് ചെയ്യുന്ന വണ്ടി കേട്ടോ. പിന്നെ വേറെ പ്രീമിയം സെറ്റിൽമെന്റിൽ വണ്ടിയൊന്നും ഇല്ല നിലവിൽ. ഇൻഷാല്ലാ എനിക്കൊരു വണ്ടി എടുക്കണം. ഇത് ഞാൻ ഈ ഗ്ലാസ് ഒക്കെ തുടക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പേപ്പറാണ്. ഇതവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഇനി പോകുന്നത് നേരെ പാലപ്പുഴക്കാണ്. പാലപ്പുഴക്കല്ല, ആർല ഫാമിലേക്കാണ് ഗൈസ്. നമ്മുടെ നാട്ടിലെ മെയിൻ ഫോറസ്റ്റ് ആണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഏകദേശം 10,000 ഏക്കറിലെങ്ങാനും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് നമ്മളെ ആർല ഫാം ഗൈസ്. ഫോറസ്റ്റ് തന്നെ, മെയിൻ ഫോറസ്റ്റ്. കടുവ, പുലി, ആന, ഒട്ടകമൊന്നുമില്ല ഗൈസ്. മാനി, പുലി, അങ്ങനെ പലതും ഉണ്ട്. അപ്പം കൂടെ അമ്മാച്ചും ഉണ്ട് ഗൈസ്. അമ്മാച്ചു സാക്ക്. നമുക്ക് 2-3 ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പം ഫോട്ടോസും കൂടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇനി ആർല ഫാമിലുള്ള വൈബും കൂടി ഒന്ന് എൻജോയ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗും കൂടി വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു, നല്ല വർക്കായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. വണക്കം വേടൻ. ഈ വണ്ടിയിൽ പാട്ടൊന്നുമില്ല ഗൈസ്. അതെ ഗൈസ്, ഇനിയിപ്പോ നമുക്ക് നേരെ ആർല ഫാമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇത് പാലപ്പുഴയെന്നാണ് ഈ ഒരു പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. പക്ഷേ ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നുണ്ട്. ഇനിയിപ്പോ സ്പേസ് ഇല്ല, 2 കാറിന് ഒന്നിച്ച് പോകാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് ഒരു കാറിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സീനാണ് ഗൈസ്. അതെ സീനാണ് ഗൈസ്. ഗ്ലാസിനൊരു എന്താ പറയുക, കോടമഞ്ഞപ്പുറത്ത് മലയാളി വിലസുന്നാറുണ്ട്. പിന്നെ വേറെ മൂഡിലാണല്ലോ ഗൈസ്. ലാൻസർ ആട്ടോ, 2001 നമ്പർ. നല്ല കിടിലൻ ലാൻസർ ഉണ്ട് ഗൈസ്. ക്യാൻസർ അല്ല, ലാൻസർ. ലാൻസറിന്റെ മദർ കമ്പനി അതൊട്ടോ. ലാൻസറിന്റെ മദർ കമ്പനി അവന്റെ അപ്പനോട് ഗൈസ്. ഇപ്പഴത്തെ സൈഡ് നല്ല ഗൈസ്, അപ്പ സൈഡ് നല്ല പുഴയാണ് ഗൈസ്. ഈ പുഴയിൽ ഇന്നത്തെ വെള്ളം കണ്ടോ? പക്ഷെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് വെയിനിൽ കാലത്ത് വെള്ളം കണ്ടോ ഗൈസ്? ഒരു 10 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും. കാരണം അത്രയും ഹൈറ്റിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ആർല ഫാമിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ് ഗൈസ്. ഈ ഹമ്പ് ചാടിക്കുന്ന പിന്നെ നമ്മൾ ആർല ഫാം ബോർഡറിലാണ്. ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി പോസ്റ്റിംഗ് ഉണ്ട്. അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാവും. പിന്നെ ഫുള്ള് വൈബാണ് ഗൈസ്. ഇനി അങ്ങോട്ടേക്ക് ഫുൾ ഫോറസ്റ്റ് മൂടാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്താ പറയുക, ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ചില്ല് ചെയ്യാനും പറ്റിയ നാച്ചുറൽ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിനെ കഴിച്ചിട്ട് വേറെ ഒരു ജില്ലയുള്ളൂ ഗൈസ്. വയനാടൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും കേരളത്തിലെ വ്യത്യസ്ത ഇനം ചിത്രശലഭങ്ങൾ ഇവിടെയാണുള്ളത്. ഇങ്ങോട്ട് നോക്കിട്ട് വരാം. കേരളത്തിലെ വ്യത്യസ്ത ഇനം ചിത്രശലഭങ്ങൾ ഉള്ളത് നമ്മുടെ ആർല ഫാമിലാണ്. അതെ, വിവിധ സാധനം. എന്തെല്ലാം ഷൺമുഖൻ റെഡ്ഡി എന്തല്ലോ പേര് നമുക്കറിയില്ല. പല പേരിലും പലതും അറിയപ്പെടുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കാണുന്നുണ്ട് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെയല്ല ഗൈസ്, ക്യാമറയിൽ കവർ ചെയ്യാൻ പറ്റാത്തത് പലതും ഉണ്ട് ഗൈസ്. ഐ മീൻ കറക്റ്റ് നമുക്ക് ക്രിസ്റ്റൽ ആയിട്ട് ഞാനിവിടെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര ക്ലാരിറ്റിയിലും അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയൊന്നും എവിടെ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഏറ്റവും നല്ല വിഷ്വൽ കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കണ്ണുകൊണ്ടാണ്. അപ്പോൾ പവർഫുൾ ലെൻസ്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഒരു ക്യാമറേൻ്റെ ലെൻസും ഒരു ക്യാമറേൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു വിഷ്വലും ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനാൽ ആർക്കും കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന് കണ്ണ് 360 ഡിഗ്രി അല്ല, 90 ഡിഗ്രി അല്ലേ മുന്നോ? 180 ഡിഗ്രിയാ? 180 ഡിഗ്രിയാണ് ഗൈസ് വരുന്നത്. ഗൈസ് നല്ല നാച്ചുറൽ ഫുൾ പച്ചപ്പ് ഗൈസ്. പച്ചപ്പ്, അതിനിടയ്ക്ക് ഒരു മഴ നനഞ്ഞ നൈസ് റോഡ്. CPM-ന്റെ കൊടിയൊക്കെ ഉണ്ട് ഗൈസ്. അടേ നമ്മക്കേണ്ടി നിർത്തുമെന്ന് ജസ്റ്റ് ഇവിടെ എത്തിയാലോ? യെസ്, നിർത്തിയല്ലേ പറ്റുള്ളൂ. 2-3 ഫോട്ടോസ് എടുക്കാനുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയത്. പക്ഷെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് എന്താ പറയാ, ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ പാലപ്പുഴ വന്ന് ചായ കുടിച്ചിട്ട് ഇതാ നമ്മളിപ്പോ ജസ്റ്റ് ഇതിലേ നേരെ വീട്ടിലേക്ക് വന്നിട്ടാ. അതെ, ആനേനെ കാണാൻ പറ്റുവാണെങ്കിൽ ഭാഗ്യാണ് ഗൈസ്. കാരണം ഞാൻ ഇതുവരെ ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് ഇതുവരെ ആനനെ കണ്ടിട്ടില്ല.
നീ കണ്ടിട്ടുണ്ടോ? ഓ ശരി ഗായ്സ്, ഇവിടെ ആനയൊക്കെ ഇറങ്ങിയിട്ടില്ലേ? ഇവിടെ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പല ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഗായ്സ്. എന്റെ വീടിന്റെ അതെ ഗായ്സ്, നമുക്ക് ഇവിടെ നിർത്താം. നല്ല നാടൻ ആനപ്പിണ്ടം കണ്ടിട്ടില്ല ഗൈസ്? കുറച്ച് താലായിട്ട് അവിടെ ആനപ്പിണ്ടം ഉണ്ടോ? ലോട്ടയുണ്ട്. അപ്പുറം ഇനി എങ്ങനെയാണ്ട് ഗായ്സ്? ഒരു പിക്കപ്പ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് ഗായ്സ്. നല്ല നാടൻ ആനപ്പിണ്ടമാണ്, കെമിക്കലൊന്നും ഇല്ല ഗായ്സ്. ഫുള്ള് 100% ആയുർവേദിക് കൊണ്ട് മാത്രം. പക്ഷെ മഴ പെയ്തോണ്ട് പോയോന്ന് അറിയില്ല ഗൈസ്. മഴ പെയ്തോണ്ട് ആനപ്പിണ്ടല്ലോ ഒലിച്ചു പോയിട്ടുണ്ട് അവിടെ, കാരണം നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കല്ലേ ഗായ്സ്. എനിക്ക് വളരെ കഷ്ടപ്പാടാണ് ഗായ്സ് ഈ വ്ളോഗ് ഇങ്ങനെ എടുക്കല്. ഡ്രൈവിംഗ് ടൈമിൽ വ്ളോഗ് എടുക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടഡ് ആണ്. കാരണം ഒരു കൈ കൊണ്ട് ഗിയർ മാറ്റണം, ഒരു കൈ കൊണ്ട് സ്റ്റെയറിങ്, അതുകൊണ്ട് മൈൻഡ് നമ്മളെപ്പോഴും ബ്രേക്ക്, ക്ലച്ച്, ഗിയർ, ആക്സിലേറ്ററുമൊക്കെ വെക്കണം. കണ്ണെപ്പോൾ റോഡുമ്പോൾ വെക്കണം. ക്യാമറയിൽ ക്ലാരിറ്റിയിലാണോ അതോ ക്ലിയർ ആയിട്ടാണോ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഉറപ്പില്ലാതെയാണ് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ഗായ്സ്. കഷ്ടപ്പാട് മനസ്സിലാക്കി നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. വാവ്, ബെല്ലട്ടക്കൻ അടിച്ച് പൊട്ടിക്കുക. ആർല ഫാമിൽ മെയിൻ ആയിട്ട് ഉള്ളത് എന്ന് പറയുന്നത് തെങ്ങ് കൃഷി, അതേപോലെ കശുവണ്ടി കൃഷി. പിന്നെ വാവ്, അതെ, ഇഷ്ടംപോലെ തെങ്ങുണ്ട്, അതേപോലെ അടക്കയുണ്ട്, പിന്നെ കശുമാങ്ങ. അവിടെ വേറെ എന്തെല്ലോ കൃഷി ഉണ്ടല്ലോ നമ്മൾ ആർല ഫാമിൽ. കന്നുകാലി കൃഷി, കൊക്കോ ഒന്നും ഇല്ലേ? കൊക്കോ ഉണ്ടോ? ഓ, കൊക്കോ കൃഷി, അങ്ങനെ ഒരുപാട് കൃഷി ഉണ്ട് ഗൈസ്. പക്ഷെങ്കിൽ പല കൃഷി ആനകൾ നശിപ്പിക്കുന്ന ചെറിയ ചെറിയ അതെ മോഷ്ടാവാണ് ഗൈസ്. കുരുനേരി മോഷ്ടിക്കല്ലേ. പിന്നെ ഇവിടെ ഇതാ സെൻട്രൽ നഴ്സറി എന്ന് പറയുന്ന ഒരു നഴ്സറി ഒക്കെ ഇവിടെ ഉണ്ട്. നഴ്സറി മീൻസ് ഈ ചെടികളൊക്കെ വെക്കുന്ന നഴ്സറിയാണ് ഗൈസ്. ഇവിടെ കുറെ ആൾക്കാർ ഗൈസ്, എല്ലാവരും പണി കഴിഞ്ഞ് ഈവനിങ് പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. പാവം കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഇവിടെ നഴ്സറിയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ് ഗൈസ്. അതെ ഗൈസ്, ഇവിടെ കൊക്കോ ഉണ്ട് കേട്ടോ. ഇവിടെ കൊക്കോന്റെ കുറെ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗൈസ് ഇവിടെ റോഡാകെ പക്കായിട്ടുള്ളത് ഗൈസ്. ഇത് റോഡ് നോക്കൂ. റോഡ് ഇതിപ്പോ അടുത്ത് വന്ന ഒരു കലിങ്ക കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഈ ഒരു സാധനം കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 1.5 മാസം മുമ്പാന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോ വന്ന പാലാണ് ഗൈസ്. ഇത് എന്റെ പോസാണ് ഗൈസ്. ഞാനാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയത്. കിട്ടിയില്ല പോസ് ആയിരിക്കും ഗൈസ്. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും സ്റ്റോറി കാണണം ഗൈസ്. വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്. അങ്ങോട്ടേക്ക് ഇനി പരന്ന് കിടക്കുന്നത് ആർല ഫാമാണ് ഗൈസ്. സ്ട്രൈറ്റ് പോകണം. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ടൗണിലേക്ക് തന്നെ കയറാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബുള്ളറ്റ്, ഒരു പൾസറൊക്കെ കാണുന്നുണ്ട്. കാണുന്നത് പുഴയാണ് ഗൈസ്. പുഴയിൽ നിന്ന് ആരോ മീൻ പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഫോട്ടോസ് എടുക്കാം. നല്ലൊരു ആംബിയൻസ് അല്ലേ ഗൈസ്? ഈ ഒരു ആംബിയൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?